ഹായ് ഫ്രണ്ട്സ്, ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ഫ്ലഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് ഇരുന്ന് കണ്ടപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. നമ്മൾ ആക്ച്വലി ആ ദിവസം ട്രാവലിംഗ് ആയിരുന്നു ഫ്രം അബുദാബി എയർപോർട്ട് ടു കസാക്കിസ്ഥാൻ. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഷാർജയിലാണ്. സോ ഷാർജയിൽ നിന്ന് അബുദാബി വരെ എത്തണമായിരുന്നു. ആൻഡ് ദെൻ ഫ്രം അബുദാബി പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് കസാക്കിസ്ഥാൻ. അപ്പോൾ ഇനീഷ്യലി പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ്. സോ നമ്മൾ 2 ഫാമിലീസാണ് മിക്കപ്പോഴും ടൂറിനൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത്. നമ്മൾ ഓൾറെഡി RTA വാൻ ബുക്ക് ചെയ്തിരുന്നു ദുബായിൽ നിന്ന് 2 ഫാമിലീസിനും ഒരുമിച്ച് അബുദാബി എയർപോർട്ടിലെത്താൻ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്ത് റെയിൻ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ദുബായൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ആകെ പാനിക്കായി. അപ്പോഴേക്കും ഫ്ലഡ് നന്നായിട്ട് കൂടി. ആൻഡ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന RTA വാൻ്റെ ഡ്രൈവർ വിളിച്ച് പറഞ്ഞു അവർ ഫ്ലഡിൽ സ്റ്റക്കായി. കടലാണ് നോക്കിയാണ് അപ്പുറത്ത് നോക്കിയാണ് ലൈസ ഫുള്ള് പോക്കാ നാദൽ ഹമ്മർ റോഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അബുദാബി വരെ എത്തണമായിരുന്നു. ബട്ട് ഫസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ദുബായ് എസ്കേപ്പ് ചെയ്യണം എന്നായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ന്യൂസിൽ ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു ദുബായ് എയർപോർട്ടിലുള്ള എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസലായി. നമുക്ക് കുറേ വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. കാരണം അറ്റ് സം പോയിൻറ്റ് നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം പാനിക് ആവുന്നുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി നമുക്കൊരു ഡൗട്ട് തന്നെ വന്നു ഇനി എയർപോർട്ട് വരെ എത്താൻ പറ്റുമോ. In 600 meters, turn right. മെയിൻ സിഗ്നൽ റൈറ്റാണല്ലേ. നമ്മൾ അബുദാബി എത്തിയപ്പോഴത്തേക്കും പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ബിക്കോസ് ജസ്റ്റ് മിസ് ടൈമിങ്ങിലാണ് നമ്മൾ എത്തിയത്. നമ്മൾ അറൗണ്ട് 4 hours ദുബായിൽ തന്നെ ഫ്ലഡിൽ സ്റ്റക്കായിരുന്നു. You have arrived.
മീൻസ് നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്ത് നീന്തി എത്തി വണ്ടി. Are you ready?